friends, welcome to I Choose New World. അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കാണ്. ഇപ്പൊ സ്ട്രോബെറിയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രോബെറി കിട്ടാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രോബെറി മിൽക്ക് ഷേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രഷ് സ്ട്രോബെറീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം. ഇപ്പൊ ഏകദേശം ഇതൊരു 1/4 കപ്പ് സ്ട്രോബെറി ഉണ്ട്. ഇനി ഇത് മിക്സിയുടെ ജ്യൂസ് ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നല്ല തണുത്ത പാലാണിത്. ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടുള്ള പാലാണിത്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഈ സ്ട്രോബെറി ഒക്കെ നന്നായി അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കുറച്ച് പാലിൽ അടിച്ചെടുക്കുന്നത്. ഇപ്പൊ ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. സ്ട്രോബെറി ഒക്കെ നന്നായിട്ട് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ ഫുൾ പാൽ ഒഴിച്ചിട്ട് അടിച്ചെടുക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് അരിഞ്ഞു കിട്ടിയില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. വാനില ഐസ്ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഐസ്ക്രീം ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് റെഡ് കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഗ്ലാസ്സിൽ ഓരോ സ്ട്രോബെറി വെച്ച് ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പൊ നമ്മുടെ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.